പണ്ട് രണ്ടുപേർ ഒരു കാട്ടിലൂടെ നടന്നു വരികയാണ്. ഈ കാട് കഴിഞ്ഞാലേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കാട്ടിൽ വന്യമൃഗങ്ങളുണ്ടാവും. അപ്പോൾ ഇവർ പെട്ടെന്ന് നടന്ന് ക്ഷീണിച്ചു. പക്ഷേ ക്ഷീണം വകവെക്കാതെ ഇവർ വീണ്ടും നടന്നു. അങ്ങനെ കാട് കഴിഞ്ഞു ഒരു നദി എത്തി. ഈ നദി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാടാണ്. ആ നാട്ടിലേക്ക് എത്തിയാലേ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ നദി എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യണം. അപ്പോൾ അതിലൊരാൾ ഇതിന് സേഫായിട്ടുള്ളൊരു വഴിയുണ്ടോ, ഇനി എന്ത് ചെയ്യും, ഞാൻ ഈ കാട്ടിൽ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നദിക്കര തന്നെ ഇരുന്നു. മറ്റേ ആൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലുള്ള കല്ലും പാറയൊക്കെ ചവിട്ടി പതിയാക്കരെത്തി. അയാൾ നാട്ടിലെത്തി സേഫായി. സേഫ്റ്റി നോക്കി നടന്ന ആൾ കാട്ടിൽ പെട്ടുപോയി, തിരിച്ചു വന്നില്ല. ഞാനിപ്പോൾ ഈ കഥ പറയാൻ കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പണ്ട് മൂന്നാർ പോയിരുന്നു. എൻ്റേത് വിസ്ട്രോം 250 ആണ്, ഫ്രണ്ടിന് എക്സ്പൾസ് ആണ്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ വഴിയിൽ കാണുന്ന എല്ലാ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഗട്ടറും കുണ്ടും കുഴിയും ഒന്നും മിസ് ചെയ്യില്ല. എല്ലാത്തിലൂടെയും ഇവൻ വണ്ടി ഓടിച്ച് കയറ്റും. ഞാനാണെങ്കിൽ നമ്മളെ കുണ്ടും കുഴിയൊക്കെ ഒന്ന് ഒഴിവാക്കി പതിയെ നല്ല സേഫായിട്ടാണ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ദൂരം മുന്നോട്ട് ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ഹൈവേയുടെ സൈഡിൽ കുറച്ച് ഉള്ളോട്ടായിട്ട് അത്യാവശ്യം നല്ല നമ്മളിപ്പോൾ വന്ന പോലുള്ളൊരു ലൊക്കേഷൻ കണ്ടു. ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഞാനിങ്ങനെ നോക്കുകയാണ്. കാരണം ഹൈവേ ആണ്, സൈഡിൽ വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല. ഇവ നേരെ വഴിയും കാര്യങ്ങളൊന്നും നോക്കാതെ ബാരിക്കേഡിൻ്റെ മുകളിലൂടെ ചാടിച്ച് നേരെ ആ ലൊക്കേഷനിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുവിധം എക്സ്പൾസ് റൈഡേഴ്സൊക്കെ ഇങ്ങനെയാണ്. ഇവന്മാർ എക്സ്പൾസ് എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെയല്ല, എക്സ്പൾസ് എടുത്തതിന് ശേഷം ഇങ്ങനെ ആവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിനുള്ള ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ക്ലിപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വിസ്ട്രോമിലൂടെയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന റോഡാണിത്. പക്ഷേ ഇത്തവണ എനിക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ തോന്നിയിട്ടേ ഇല്ല. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ച പോയിൻ്റ്, അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഓരോ ബൈക്കിൻ്റെയും സസ്പെൻഷൻ ഫീഡ്ബാക്ക് ഡിഫറൻ്റ് ആണ്. നമ്മൾ XSR കൊണ്ടുപോയതും ഹിമാലയൻ കൊണ്ടുപോയതും നമ്മളിപ്പോൾ എക്സ്പൾസ് കൊണ്ട് പോകുന്നതും എക്സ്പൾസ് റാലി കൊണ്ടുപോയതും സ്ഥിരം വിസ്ട്രോം കൊണ്ട് ഓടിക്കുന്ന വഴിയും ഇത് തന്നെയാണ്. ഈ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഓരോന്നിൻ്റെയും ആ ഒരു ഡിഫറൻസ് എനിക്ക് എടുത്തെടുത്ത് മനസ്സിലാവുന്നതാണ്. പക്ഷേ എനിക്ക് എക്സ്പൾസ് റാലി കൊണ്ടുപോയപ്പോഴും വിസ്ട്രോം കൊണ്ടുപോയപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യം ചിലപ്പോൾ എക്സ്പൾസ് റാലി റൈഡേഴ്സിന് അത്ര പിടിക്കണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ട്രിഗർ ആവാനും സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ഒരു മധ്യഭാഗത്തിലേക്ക് പറയുന്നതായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഉദാഹരണം ഇവിടെയാണ്. ഈ വഴി നമുക്ക് പോകേണ്ടത് നേരെയാണ്. നേരെ പോയി കഴിഞ്ഞാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുള്ളൂ. പക്ഷേ താഴേക്കൊരു റോഡുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ വണ്ടി വളരെ സിമ്പിളായിട്ടാണ് തിരിഞ്ഞു വന്നത്. നമ്മുടെ വിസ്ട്രോം ആണെങ്കിൽ ചില സമയത്ത് അവിടെ ഇറങ്ങേണ്ടി വന്നേനെ. ടേണിംഗ് റേഡിയസ് അത്രയും കൂടുതലാണ്. കയ്യിൽ വിസ്ട്രോം ആയിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലുമില്ല. ഈ വഴി പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു മണ്ണിട്ട റോഡിലൂടെ ഞാൻ കയറുന്നത് ആദ്യമായിട്ടാണ്. അത് നമ്മൾ എക്സ്പൾസ് കൊണ്ടുവന്നപ്പോൾ. ഇപ്പോഴാണ് എക്സ്പൾസ് റൈഡേഴ്സിൻ്റെ തലയിൽ എന്താണ് ഓടുന്നത്, ഇവന്മാരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓടിക്കും തോറും കൂടുതൽ തലയായിട്ട് വയേർഡാകുന്ന ഒരു അതുല്യ പ്രതിഭാസമാണ് ഇവൻ. ഇനി കുറച്ച് സമയം കൂടി ഓടിച്ചാൽ ചിലപ്പോൾ റോഡില്ലാത്തടത്തൂടെ പോകേണ്ടി വരും. ഒരു എക്സ്പൾസിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയാൻ ഇതിലും നല്ലൊരു റോഡ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ അവൻ കഴുകിയിട്ടൊക്കെ ഏൽപ്പിച്ചാണ്. ഇപ്പോൾ വണ്ടി മുഴുവൻ ചളിയായി. അപ്പോൾ ഇവന്മാരുടെയൊക്കെ തലയിലൂടെ എന്താ ഓടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിനോട് ഒന്ന് എക്സ്പൾസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തരുമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ആൾ തരുകയും ചെയ്തു. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എനിക്ക് 1-2 ഡ്രോബാക്സ് ഫീൽ ചെയ്തു. അതെന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഇതിൻ്റെ എൻജിനാണ്. ഞാൻ ഏത് വണ്ടി എപ്പോൾ റിവ്യൂ ചെയ്താലും, റിവ്യൂ അല്ല എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാലും അതിലൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടിയിൽ സ്മൂത്തായിട്ട് ഒരു എഫേർട്ടും ഇല്ലാതെ റോൾ ചെയ്യുന്ന ഒരു RPM ലിമിറ്റ് അല്ലെങ്കിൽ ഒരു സ്പീഡ് ലിമിറ്റ് എല്ലാ വണ്ടിയിലും റോളിംഗ് വിത്തൗട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ ഒരു പോയിൻ്റ് എൻ്റെ വിസ്ട്രോമിലുണ്ട്. നമ്മളിപ്പം യൂസർ എക്സ്പീരിയൻസ് ചെയ്ത XSRലുണ്ട്. ഈ വണ്ടികളിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ അത് കിട്ടിയില്ല. ശരിക്കും അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ഒരു കുറച്ച് സമയമായിട്ടുള്ള വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരുവിധം സ്പീഡിലൊക്കെ നോക്കി, ഒരുവിധം RPMലൊക്കെ നോക്കി. അങ്ങനത്തെ ഒരു പോയിൻ്റ് മാത്രം എനിക്ക് ഈ വണ്ടിയിൽ കിട്ടിയില്ല. പക്ഷേ ഒരുവിധം മോശമില്ലാതെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു റേഞ്ച് എന്താണെന്ന് വെച്ചാൽ 5th ഗിയറിൽ ഒരു 3500 to 4000 RPMൽ ഏകദേശം 55 to 58 ആ ഒരു സ്പീഡിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് മാക്സിമം മൈലേജും ഒരുവിധം കംഫർട്ടുമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സീറ്റ് എനിക്ക് ഒട്ടും കംഫർട്ടായി തോന്നിയില്ല.
പക്ഷേ സീറ്റിംഗ് പൊസിഷൻ എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നി. ഈ ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു ഹാങ്കിളും എനിക്ക് അത്ര കംഫർട്ടായി തോന്നിയില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ആണെങ്കിൽ എന്ന് ഞാൻ 2-3 തവണ ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രാഫിക്കിലാണെങ്കിലും ഇതുപോലത്തെ റോഡിലാണെങ്കിലും ഫ്ലിക്കർ ചെയ്ത് കൊണ്ടുപോകാനും എങ്ങോട്ട് വേണമെങ്കിലും കയറ്റി കൊണ്ടുപോകാനൊക്കെ ഭയങ്കര രസമാണ്, നല്ല ഫണ്ണാണ്. പക്ഷേ ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലെയല്ല. നമുക്കൊരു സ്പീഡിലൊന്നും അങ്ങനെ ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങളൊക്കെ ഒരുപാട് എക്സ്പൾസിൻ്റെ റിവ്യൂസൊക്കെ കണ്ടവരാണ്. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇനി നിങ്ങളിൽ ചിലരെങ്കിലും ട്രിഗർ ആവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഒബ്സർവേഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സ്പൾസ് 200ഉം അതുപോലെ തന്നെ 200ൻ്റെ 4Vയും 2V ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ റാലിയും 210ഉം ഇതും ഓടിച്ചതെന്ന് എനിക്ക് ഡിഫറൻസ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ റാലീൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തു. അതായത് ഹാർഡ് കോർ ഓഫ് റോഡ് അല്ലാതെ ട്രെയിൽസ് പോകുന്ന സമയത്ത് റാലിയുടെയും നമ്മുടെ വീസ്ട്രോമിൻ്റെയും സസ്പെൻഷൻ ഒരേ ഫീഡ്ബാക്കാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ 210ൻ്റെ സസ്പെൻഷൻ നല്ല പാല് പോലെ സ്മൂത്തായിട്ടുള്ള സസ്പെൻഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഇതിൻ്റെ സസ്പെൻഷനിൽ നിന്ന് കിട്ടിയത്. ഭയങ്കര രസമാണ്. ഇപ്പോൾ ഞാൻ വന്ന റോഡ് നല്ല സ്ലിപ്പറി ആയിട്ടുള്ള റോഡാണ്. ആ റോഡിൽ മുഴുവൻ നല്ല ഫണ്ണായിരുന്നു ഓടിക്കാൻ. ഒന്നും റാലി ഫൺ ബൈക്ക് അല്ല എന്നല്ല, ഇതിനേക്കാളൊക്കെ സസ്പെൻഷൻ ട്രാവൽ കൂടുതലുള്ളൊരു ബൈക്ക് തന്നെയാണ് റാലി. അതുപോലെ തന്നെ അതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റിയിൽ പ്രൈസ് ചെയ്യപ്പെടുന്ന ഒരു ബൈക്ക് കൂടെയാണ്. പക്ഷേ ട്രാവൽ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അതിനകത്തുള്ള ഓയിൽ മാറ്റമുണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ സസ്പെൻഷൻ ഫീഡ്ബാക്ക് കുറച്ചുകൂടി ഒരു സ്റ്റിഫർ സൈഡായിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഈസ്ട്രോം പോലൊരു ടൂററുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ എനിക്ക് രണ്ടും ഒരേ ഫീഡ്ബാക്കാണ് തന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇതിൻ്റെ സസ്പെൻഷനും 210ൻ്റെ സസ്പെൻഷനും ഓൾമോസ്റ്റ് സിമിലറായി പെർഫോം ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ രണ്ട് സസ്പെൻഷനും മാറ്റമുണ്ട്, ട്രാവലും മാറ്റമുണ്ട്. ആ ഒരു സ്മൂത്ത്നെസ് എനിക്ക് രണ്ടിലും ഏകദേശം സെയിം ആയിട്ടാണ് തോന്നിയത്. റാലിയിൽ എനിക്കത് ഫീൽ ചെയ്തില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എവിടെ നിൽക്കിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തു നിന്നല്ല, പുറകെ നിന്നാണ്. അത് ഹീറോയിൽ പറഞ്ഞിട്ടും അവർ മാറ്റിയിട്ടൊന്നുമില്ല. ജസ്റ്റ് അത് വണ്ടിയുടെ ഒരു സൗണ്ടാണെന്നുള്ള പോലെ നമ്മളതുമായിട്ട് യൂസ് ടു ആവും. പിന്നെ വീസ്ട്രോമിൽ ഞാൻ പറഞ്ഞ് മടുത്ത കാര്യമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് പുള്ളിങ്. ഇപ്പോൾ 1 മാസം മുന്നേ വരെ കോൺസെപ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ആ ഒരു സംഭവം ഈ വണ്ടിയിലുണ്ട്. ഇതിൻ്റെ ഓണറും ആ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ വോബ്ലിംഗ് ഉണ്ട്. പക്ഷെ അതൊന്നും എല്ലാ പീസിനും ഇല്ല. അതുകൊണ്ട് ഇത് ഈ വണ്ടിയുടെ കോമൺ ഇഷ്യൂ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു 200cc എഞ്ചിനായിട്ടും എനിക്കിതിൽ നല്ല രീതിയിൽ ഹീറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഷൂസ് ഇട്ട് പോകുന്നതാണെങ്കിൽ അടിക്കില്ല. വലത്തെ കാലിൻ്റെ അടിയിലായിട്ടാണ് ഹീറ്റ് അടിക്കുന്നത്, മറ്റേ കാലിന് പ്രശ്നമില്ല. പിന്നെ വൈബ്രേഷൻസ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാനൊരു 80-90 ആ ഒരു റേഞ്ചിലേ പോയിട്ടുള്ളൂ. ആ ഒരു സ്പീഡിലും വൈബ്രേഷൻ ഇല്ലെങ്കിലും നല്ല രീതിയിൽ വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. നമുക്ക് വണ്ടിയുടെ മേലെയുള്ള ആ ഒരു കോൺഫിഡൻസും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിന് മേലേക്ക് ഞാൻ പുഷ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. പിന്നെ പില്ലിയൻ കംഫർട്ട് നല്ല രീതിയിൽ കുറവാണ്. ഈ സീറ്റ് ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിനൊന്നും അത്രത്തോളം ആപ്റ്റല്ല. പക്ഷേ സിംഗിളായി പോകുന്നതാണെങ്കിൽ നൈസാണ്. നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഒന്നിക്ക് സീറ്റ് മാറ്റണം, അല്ലെങ്കിൽ വണ്ടി മാറ്റണം. വീസ്ട്രോമിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടാണ്. ഇത് ഓൾമോസ്റ്റ് കറക്റ്റാണ്. നല്ലൊരു ഇരിക്കുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ഹാൻഡിൽ ബാർ പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഒരുവിധ ആൾക്കാരൊക്കെ കമ്പയർ ചെയ്യുന്നതാണ് എക്സ്പൾസും ഹിമാലയനുമായിട്ട്. രണ്ടും തമ്മിൽ ശരിക്കും കമ്പാരിസണൊന്നുമില്ല. പക്ഷേ ഒരു ഓഫ് റോഡിൻ്റെ ഇതിൽ നോക്കുന്നതാണെങ്കിൽ രണ്ടും എല്ലാവരുടെയും കയറിപ്പോവും. ഹിമാലയൻ ആണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാതെ തന്നെ ഇരുന്നുകൊണ്ട് കംഫർട്ടബിളായി കയറിപ്പോവാം. എക്സ്പൾസ് ആണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഫണ്ണായിട്ട് കയറിപ്പോവാം. രണ്ടും കയറിപ്പോവും. പക്ഷേ രണ്ടിൻ്റെയും ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്. ഹൈവേയിൽ രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഹിമാലയൻ 450 ആണ്, മറ്റത് ശരിക്കും വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ഇതിന് പെർഫോമൻസ് ഇല്ല എന്നല്ല, പക്ഷേ നമുക്ക് ഒരു 200 അല്ലെങ്കിൽ 210cc എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നതാണെങ്കിൽ വണ്ടി നൈസാണ്, വണ്ടി അടിപൊളിയാണ്. പിന്നെ ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും എടുക്കാം. ഇത് അത്ര അഗ്രസീവായിട്ടുള്ള വണ്ടിയൊന്നുമല്ല. ടൂറിങ് ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഓഫ് റോഡിങ്ങിനാണെങ്കിലും ഏതിനാണെങ്കിലും പറ്റിയ വണ്ടിയാണ്. ടൂറിങ് ആണെങ്കിൽ നമുക്ക് ഹൈ സ്പീഡ് ക്രൂസിങ് നടക്കില്ല എന്നേ ഉള്ളൂ, അല്ലാതെ എക്സ്പൾസ് കൊണ്ട് ടൂർ ചെയ്യാൻ പറ്റാതൊന്നുമില്ല. ശരിക്കും സീറ്റൊന്ന് കുഷൻ അടിച്ചു കഴിഞ്ഞാൽ സിംഗിളായിട്ടൊക്കെ സോളോ ആയിട്ടൊക്കെ ക്രൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൈസായിട്ട് നിങ്ങൾക്ക് ക്രൂസ് ചെയ്ത് പോവാം. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ.
വണ്ടി കൈ കിട്ടിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സർവീസിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് ഹീറോവിനെ കുറ്റപ്പെടുത്തണ്ടെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ സർവീസിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കാത്തത്. ചുരുക്കി പറഞ്ഞാൽ എന്താണോ നിങ്ങൾ പറയുന്നത് ആ പണി ഒരിക്കലും സോൾവ് ആവില്ല. അതുകൊണ്ട് പാർട്സ് വാങ്ങി പ്രൈവറ്റ് വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. എക്സ്പൾസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും നിങ്ങൾക്ക് പാർട്സും കിട്ടും, എവിടെ നിന്ന് വേണമെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസിയാണ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുതന്നെയാണ് ഇതിൻ്റെ നെഗറ്റീവും. എപ്പോഴും ഒരുവിധം ഓണർഷിപ്പ് എക്സ്പീരിയൻസിനെ റൂയിൻ ചെയ്യുന്ന രീതിയിലുള്ള കംപ്ലയിൻസും കാര്യങ്ങളുമാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ ചിലരൊക്കെ ഞാൻ ഇത്ര നാളായി എക്സ്പൾസ് ഉപയോഗിക്കുന്നു, എനിക്കൊരു കംപ്ലയിൻറ്റും ഇല്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുമായിരിക്കും വന്നിട്ട്. പക്ഷേ ഒരുവിധം എക്സ്പൾസ് ഓണേഴ്സൊക്കെ ഫേസ് ചെയ്യുന്നൊരു റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു എക്സ്പൾസ് ഓണറിൻ്റെയും ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.